بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما അല്ലാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പഠിക്കുകയും തഖ്വയോടെ ഇസ്ലാമിക ജീവിതം നയിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുരുവിട്ട് മരണമടയാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്യുന്ന സച്ചരിതരായ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അഫനജാലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ, നാം മുസ്ലിങ്ങളെ പാപികളെപ്പോലെ ആക്കി തീർക്കുമോ? മാലക്കും നിങ്ങൾക്കെന്തു പറ്റി? കൈഫ തഹ്കുമൂൻ, നിങ്ങൾ എങ്ങനെയൊക്കെയാണ് തീരുമാനങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളും അല്ലാത്തവരും അവരുടെ ജീവിതകാലത്ത് എന്നതുപോലെ മരണശേഷവും അവർ ഒരുപോലെയാണ് എന്നാണോ നിങ്ങൾ കരുതിയത്? ചില ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അവസാനം പറഞ്ഞ കാര്യം അതാണ്. കുറേ ആളുകൾ വിചാരിച്ചു വച്ചിരിക്കുന്നത് മുസ്ലിം ആയതുകൊണ്ട് അവർക്ക് ദുനിയാവിൽ പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ, മുസ്ലിങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന എല്ലാ നിയമത്തുകളും ഞങ്ങൾക്കും കിട്ടുന്നുണ്ട്, ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ അവരും അനുഭവിക്കുന്നുണ്ട്, അപ്പോൾ മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിലും ഒരുപോലെയാണല്ലോ ഞങ്ങളൊക്കെ ഈ ദുനിയാവിൽ ജീവിക്കുന്നത്, മരിച്ചു കഴിഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കും. മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്കും നല്ല സന്തോഷം ഉണ്ടാവും, ചിലപ്പോൾ സങ്കടം ഉണ്ടാവും, അവർക്കും ഉണ്ടാവും എന്ന് കരുതുന്ന എത്രയോ അവിശ്വാസികളുണ്ട്. അവരോട് ഖുർആൻ ചോദിക്കാൻ, മുസ്ലിങ്ങളെപ്പോലെ മുജ്രിമുകളെ കുറ്റവാളികളെയും ആക്കി തീർക്കുമെന്ന് നിങ്ങൾ കരുതിയോ? എങ്കിൽ നിങ്ങൾ വളരെ മോശമായ ഒരു തീരുമാനമാണ് അതിലൂടെ എടുത്തിരിക്കുന്നത്. ഒരിക്കലുമല്ല. മരണത്തോടുകൂടി കഥ മാറി. മരണം വരെ സമമായിരിക്കാം, മരണത്തിനു ശേഷം സമമല്ല. സത്യവിശ്വാസികൾക്ക് അള്ളാഹു ഖബറിലും സന്തോഷം നൽകുന്നു, മഹ്ശറിൽ തണൽ നൽകുന്നു, വിചാരണ എളുപ്പമാക്കുന്നു, അവസാനം അവർക്ക് സ്വർഗം വിധിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ എല്ലാം വ്യത്യസ്തമാണ്. നിഷേധികൾക്ക് അവരുടെ ഖബർ നരകത്തീയിലാണ്, അവരുടെ മഹ്ശറിൽ സൂര്യൻ തലക്കുമീതെ ജ്വലിക്കുകയാണ്, വിചാരണ കഠിനമാണ്, അവസാനം അവർ കത്തിജ്വലിക്കുന്ന കത്തിയെരിയുന്ന നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യും. അം ഹസിബല്ലദീന ജ്തറഹു സയ്യിആത് അൻ നജഅലഹും കല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്. സൂറത്തുൽ ജാസിയയിലെ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു ചോദിക്കാൻ, കുറ്റങ്ങൾ ചെയ്തു കൂട്ടിയ ആളുകൾ അഥവാ അവിശ്വാസികൾ സത്യവിശ്വാസികളും സൽക്കർമ്മികളുമായ ആളുകളെ ആക്കുന്നത് പോലെ അവരെയും ആക്കും, സത്യവിശ്വാസികൾക്ക് നൽകുന്ന സന്തോഷവും അനുഭൂതിയും ഒക്കെ അവർക്കും കൊടുക്കും എന്നവർ വിചാരിച്ചു. അതായത് സവാഅം മഹിയാഹും വമമാതുഹും, അവരുടെ ജീവിതവും മരണവും സമമാണെന്ന് വിചാരിച്ചോ? ജീവിതം ഒരുപക്ഷെ സമമാണ്, രണ്ടു കൂട്ടർക്ക് ഒരുപോലെ കാണുന്നത്, പക്ഷെ മരണവും അതിനുശേഷവും അങ്ങനെയാണെന്ന് നിങ്ങൾ വിചാരിച്ചു. ഇവിടെ സത്യവിശ്വാസികളുടെ എല്ലാ സുഖാനുഭൂതിദായകമായ ജീവിതത്തിൽ നിന്നും ദുനിയാവിലേക്ക് മതിക്കുന്ന സാഹചര്യത്തിൽ നിന്നും ഭൗതിക പ്രമത്തതയിൽ നിന്നും മാറി സഞ്ചരിക്കുന്ന സത്യവിശ്വാസികൾ, അവർ ഹറാമുകൾ ഒഴിവാക്കുന്നവരാണ്. മ്യൂസിക്കും ഡാൻസും പാട്ടും ചുരുക്കും കുഫറും കള്ളുകൂടിയും വ്യഭിചാരവും
ഇങ്ങനെ എല്ലാ അധർമ്മങ്ങളും ഒഴിവാക്കി ഈ അധർമ്മങ്ങളുടെ ഒക്കെ പിന്നാലെ പോകുന്ന ആളുകളിൽ നിന്ന് ജീവിച്ച് വ്യത്യസ്തരായി ജീവിക്കും. അധർമ്മത്തിന്റെ ആളുകൾ ഇവരെ കളിയാക്കിക്കൊണ്ടിരിക്കും, കുറ്റപ്പെടുത്തും, ഒറ്റപ്പെടുത്തും. മുസ്ലിമായോ അവൻ എങ്ങനെയൊക്കെ അപമാനിക്കാൻ പറ്റുമെന്നാണ് ലോകം ചിന്തിക്കുന്നത്. പക്ഷെ അതൊന്നും പരിഗണിക്കാതെ അതൊക്കെ മാനസികവും ശാരീരികവുമായ എതിരാളികളുടെയും ശത്രുക്കളുടെയും പീഡനങ്ങളും പ്രയാസങ്ങളും പരിഹാസങ്ങളും കുത്തുവാക്കുകളും ഒക്കെ സഹിച്ച് ക്ഷമിച്ച് ഇസ്ലാമിലും തൗഹീദിലും സലഫിയത്തിലും അടിയുറച്ച് മുന്നോട്ടു പോകുന്ന ആളുകൾ, അള്ളാഹു ആ കൂട്ടത്തിൽ മരണം വരെ നമ്മെ ഓരോരുത്തരെയും നിലനിർത്തുമാറാകട്ടെ. അങ്ങനെ ജീവിക്കുന്ന ആളുകൾ അവർ വേറിട്ട് ജീവിച്ചവരാണ്. ഈ ജീവിതം നയിക്കുമ്പോൾ നമുക്കുള്ള പ്രേരണ എന്താണ്? അതിനുള്ള പ്രചോദനം എന്താണ്? നമുക്കാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഖബറുകളാണ് അള്ളാഹു സ്വർഗീയമാക്കുന്നത്. നമുക്കാണ് മഹ്ശറിൽ അള്ളാഹു സവിശേഷമായ മറ്റു തണലുകളൊന്നുമില്ലാത്ത ആദിരത്തിൽ തണലിട്ട് തരുന്നത്. ആ തണല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അള്ളാഹു മഹാഭാഗ്യം നൽകുന്ന സത്യവിശ്വാസികൾ ഉൾപ്പെടണമെങ്കിൽ കാഫറുകളും മുനാഫിക്കുകളും പോലെ ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ മതിയാവുകയില്ല. എന്നാൽ മുസ്ലിങ്ങളിൽ തന്നെ വലിയൊരു വിഭാഗം പേരിന് മാത്രമേ ഇസ്ലാമുള്ളൂ. മോഡേണിസ്റ്റുകളായി അവിശ്വാസികൾ ജീവിക്കുന്നത് പോലെ ഇസ്ലാമിനെയും അതിന്റെ നിയമങ്ങളെയും പരിഹസിക്കുകയും പരിഹസിക്കുന്നവരുടെ കൂടെ കൂടുകയും ചെയ്തുകൊണ്ട് ഒരുപാട് മുസ്ലിം നാമധാരികൾ ബുദ്ധിജീവികളും അല്ലാത്തവരുമായി നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ടും സത്യവിശ്വാസികൾ അടിയുറച്ചു നിൽക്കുന്ന എന്തുകൊണ്ടാണ്? നമുക്കറിയാം അള്ളാഹു പറഞ്ഞ എല്ലാം സത്യമാണ്, വിചാരണ സത്യമാണ്, ഉയർത്തെഴുന്നേൽപ്പ് സത്യമാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾക്കും സൽക്കർമ്മികൾക്കും അള്ളാഹു നൽകുന്ന അനുഭൂതികളും സന്തോഷങ്ങളും ഒരിക്കലും അവിശ്വാസികൾക്കും കപടവിശ്വാസികൾക്കും നൽകുകയില്ല എന്ന് പറഞ്ഞാൽ മരണവും ജീവിതവും സമമല്ല. ജീവിതം ഒരുപക്ഷെ ഒരുപോലെയാണ് എങ്കിലും, ഭൗതിക ജീവിതം അങ്ങനെയാണെങ്കിലും മരണവും മരണാനന്തരവും വ്യത്യസ്തമാണ്. അതല്ല, ദുനിയാവിൽ സത്യവിശ്വാസികൾക്ക് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്, സത്യനിഷേധികൾക്ക് സന്തോഷങ്ങളും ഉണ്ടാകുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞാലും അങ്ങനെ തന്നെയായിരിക്കും. അവിടെയും സത്യനിഷേധികൾക്ക് സന്തോഷമുണ്ടാകാം, സത്യവിശ്വാസികൾക്ക് പ്രയാസങ്ങളും ഉണ്ടാകാം എന്നാരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ സാഅമായഹ്കുമൂൻ, അവർ തീരുമാനിച്ചത് വളരെ മോശമായ ഒരു കാര്യമാണ്. ആ തീരുമാനം ശരിയല്ല. എന്താണ് പരലോകത്ത് നമ്മൾ ചിന്തിക്കേണ്ട വിശേഷങ്ങൾ? അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അദ്ദേഹം പഠിപ്പിക്കുകയാണ്. ഖാല, നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അന സയ്യിദു വലദി ആദം. ചില റിപ്പോർട്ടുകൾ അന സയ്യിദു വുൽദി ആദം, ഞാൻ ആദമിന്റെ സന്തതികളുടെ നേതാവാണ്. പരലോകത്ത് അള്ളാഹുവിന്റെ മനുഷ്യ സൃഷ്ടിക്ക് നേതാവായി നിൽക്കുന്ന ആരാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ അമ്പിയാക്കൾക്കും അദ്ദേഹം നേതാവാണ്, സയ്യിദുൽ മുർസലീൻ. എല്ലാ സൃഷ്ടികൾക്കും അദ്ദേഹം നേതാവാണ്. സയ്യിദു സഖലൈൻ, ജിന്നുകളുടെയും മനുഷ്യരുടെയും ലീഡറായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ നാളുണ്ടാകും. അന സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമ വലാ ഫഖർ, ഞാൻ അഭിമാനം പറയുകയല്ല, അത് വസ്തുതയാണ്. വഅന അവ്വലു മൻ തൻസഖു അൻഹുൽ അർദു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഖബറിടങ്ങളിൽ ഭൂമി പിളർന്ന് ആദ്യമായി മഹ്ശറിലേക്ക് വരുന്നവൻ ഞാനാണ്. വലാ ഫഖർ, ഞാൻ അഭിമാനം പറയുകയല്ല. വഅന അവ്വലു മൻ യദ്ഖുലുൽ ജന്ന, ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവൻ ഞാനാണ്, ഞാൻ അഭിമാനം പറയുകയല്ല. വഅന അവ്വലു ശാഫിഇൻ വഅവ്വലു മുശഫഇൻ, ആദ്യമായി പരലോകത്ത് ശഫാഅത്ത് ചെയ്യാൻ, ശുപാർശ പറയാൻ അവസരം കിട്ടുന്നത്, അതായത് റബ്ബിനോട് എല്ലാവരെയും വിചാരണക്കെടുക്കണമെന്ന് പറയുന്നത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനാണ് ആദ്യമായി ശുപാർശ ചെയ്യുന്നവൻ, ആദ്യം സ്വീകരിക്കപ്പെടുന്ന ശുപാർശയും എന്റേത് തന്നെ. ബിയദി ലിവാഉൽ ഹംദി യൗമൽ ഖിയാമ, അന്തിമ നാളിൽ എന്റെ കയ്യിൽ ലിവാഉൽ ഹംദ്, സ്തുതിയുടെ പതാക എന്നറിയപ്പെടുന്ന ഒരു കൊടിയുണ്ടാകും ഖിയാമത്ത് നാളിൽ. ആദമു വമൻ ദൂനഹു തഹ്ത ലിവാഇ, നമ്മുടെ പിതാമഹനായ ആദം അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ എല്ലാ സന്താനങ്ങളും എന്റെ ഈ കൊടിക്ക് കീഴിലാണ് പരലോകത്തുണ്ടാവുക. ഫാതി റബ്ബി, എന്റെ റബ്ബ് എന്റെ അരികിലേക്ക് വരും. ഫയുഖാലു ലി, എന്നോട് പറയപ്പെടും. മൻ, ആരാണ്? ഫഅഖൂലു, ഞാൻ പറയും അഹ്മദു, ഞാൻ അഹ്മദാണ്. ഫയുഫ്തഹു ലി, അതുകൊണ്ട് എനിക്ക് വേണ്ടി തുറക്കപ്പെടും. ഫഇദാ റഅയ്തു റബ്ബി, അപ്പോൾ ഞാൻ എന്റെ റബ്ബിനെ കാണും. ഖറർതു ലഹു സാജിദ, എന്റെ റബ്ബിനെ ഞാൻ കാണുന്ന സമയത്ത് ഞാൻ അവന്റെ മുന്നിൽ സുജൂദിൽ വീഴും. ഫഅഹ്മദുഹു ബിമഹാമിദ ലം യഹ്മദ്ഹാ അഹദുൻ ഖബ്ലി, അങ്ങനെ പരലോകത്ത് ഞാൻ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് ചില സ്തുതിവാക്യങ്ങൾ പറയും. ഞാൻ ആ പറയുന്ന സ്തുതിവാക്യങ്ങൾ എനിക്ക് മുമ്പ് ലോകത്താരും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള സ്തുതിവാക്യങ്ങൾ മഹ്ശറിൽ ആദ്യമായി കടന്നു വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കും. റബ്ബിനോട് സംഭാഷണം നടത്താൻ ആദ്യം അനുമതി ലഭിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനാണ്. അതുവരെ ആരും മിണ്ടൂല. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ വഖാല സവാബ.
പരമകാരുണികൻ സമ്മതം നൽകുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യം ശരി അത് പ്രഖ്യാപിക്കുകയും ചെയ്ത ആളുകളല്ലാതെ പരലോകത്ത് സംസാരിക്കുകയില്ല. ആദ്യം സംസാരിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹത്തിന്റെ സംസാര വിഷയം റബ്ബിന്റെ സ്തുതിവാക്യം, റബ്ബിനെ കുറിച്ചുള്ള സ്തുതിവാക്യങ്ങളാണ്. എങ്ങനെയാണ് നമ്മൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്? മഖ്ബറിലാണല്ലോ കാലങ്ങൾ. എത്ര കാലം? ഞാൻ പറഞ്ഞു വലിയ അളവുകളാണ്. അതിലേറ്റവും ചുരുങ്ങിയ അളവ് 40 ഇൻഷാ അല്ലാഹ് നമുക്ക് റിപ്പോർട്ടുകൾ വായിക്കാം. എങ്ങനെയാണ് നാം ഉയർത്തെഴുന്നേൽക്കുന്നത്? ഖൈറു യൗമിൻ തലഅത് ഫീഹി ശംസു യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഉത്തമ ദിവസം അത് വെള്ളിയാഴ്ചയാണ്. ഫീഹി ഖുലിഖ ആദം. ഇതുപോലൊരു വെള്ളിയാഴ്ചയിലാണ് ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്. വഫീഹി ഉഹ്ബിത. ഒരു വെള്ളിയാഴ്ചയാണ് അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടത്. വഫീഹി തീബ അലൈഹി. ഒരു വെള്ളിയാഴ്ചയാണ് അദ്ദേഹത്തിന് സംഭവിച്ച അബദ്ധത്തിൽ തൗബ സ്വീകരിക്കപ്പെട്ടത്. വഫീഹി മാത. വെള്ളിയാഴ്ച ദിവസത്തിലാണ് ആദം അലൈഹിസ്സലാം മരണപ്പെട്ടത്. വഫീഹി തഖൂമു സഅ. ലോകാന്ത്യമുണ്ടാകുന്നത് വെള്ളിയാഴ്ചയാണ്. വമാ മിൻ ദാബത്തിൻ ഇല്ലാ വഹിയ മുസീഖത്തുൻ ഹത്താ തത്ലുവ ശംസു ശഫഖൻ മിന സഅ. അന്ന് ഒരു ജീവിയുമില്ല, മനുഷ്യനൊഴികെ എല്ലാം അള്ളാഹുവിനെ അങ്ങേയറ്റം ഭയപ്പെട്ടുകൊണ്ടാണ് ഈ വെള്ളിയാഴ്ച ഉണ്ടായിരിക്കുക, സൂര്യൻ ഉദിക്കുന്നതുവരെയും മനുഷ്യനൊഴികെ. വഫീഹി സഅത്തുൻ. അന്നൊരു സമയമുണ്ട് ലാ യുസാദിഫുഹാ അബ്ദുൻ. യാദൃശ്ചികമായിട്ടല്ലാതെ അത് അടിമ അതിനെ അഭിമുഖീകരിക്കുകയില്ല. വഹുവ ഫിസ്സലാം. അവൻ നിസ്കാരത്തിലായിരിക്കും. യസ്അലുല്ലാഹ ശൈഅൻ. ആ ദിവസം ഏതോ ഒരു നേരത്ത് നിസ്കരിക്കുന്ന ഒരു മുഅ്മിൻ അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിച്ചാൽ ഇല്ല അഅ്താഹു ഇയ്യാഹു. അള്ളാഹു അവന് അത് നൽകാതിരിക്കില്ല. ലോകാവസാനത്തിന്റെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നിലനിൽക്കുമ്പോഴും സത്യവിശ്വാസികൾക്ക് ആശ്വാസമായ ഒരു വാക്യം നമുക്കിത് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാഹളത്തിൽ ഊതാൻ വേണ്ടി അറസുവാഹകരിൽ ഒരാളായിട്ടുള്ള ഇസ്രാഫീലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രാഫീൽ കാഹളത്തിൽ ഊതുമ്പോഴാണ് ലോകനാശമുണ്ടാകുന്നത്. വനുഫിഖ ഫിസ്സൂർ ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ് ഇല്ലാ മൻ ശാ അല്ലാഹ്. കാഹളത്തിൽ ഊതപ്പെട്ടു. ആകാശഭൂമികളിലുള്ള എല്ലാവരും ബോധരഹിതരായി നിലംപതിച്ചു, അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ. മറ്റൊരു നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെ വിശദീകരിക്കുകയാണ്. ഇന്നല്ലാഹ തആല ലമ്മാ ഫറഗ മിൻ ഖൽഖിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികൾ സൃഷ്ടിച്ചു കഴിഞ്ഞു, അതിലുള്ള ചരാചരങ്ങൾ സൃഷ്ടിച്ചു. അതിനുശേഷം വഖലഖ സൂർ. അവൻ കാഹളം സൃഷ്ടിച്ചു, സൂർ സൃഷ്ടിച്ചു. വഅഅ്താഹു ഇസ്രാഫീൽ. സൃഷ്ടിച്ച ഉടനെ അത് ഇസ്രാഫീലിന്റെ കയ്യിലേക്ക് നൽകി. ഫഹുവ വാദിഉഹു അലാ ഫീഹി. അവൻ ആ കാഹളം എടുത്ത് തന്റെ വായിൽ വെച്ചു. ഷാഹിസും ബിബസരിഹി. അവന്റെ കണ്ണുകൾ ഉയർത്തുന്നവനായി ആ കാഹളം ആകാശഭൂമികൾ സൃഷ്ടിച്ചു, ഒരുപാട് ചരാചരങ്ങളെ സൃഷ്ടിച്ചു. എന്നതിനു ശേഷം അള്ളാഹു കാഹളം സൃഷ്ടിച്ച് ഇസ്രാഫീലിന്റെ കയ്യിൽ കൊടുത്തു. ഇസ്രാഫീൽ അത് വായിൽ വെച്ച് കണ്ണുകൾ ഉയർത്തി. അന്ന് മനുഷ്യരിവിടെ വരുന്നതിന് മുമ്പ്. എന്നിട്ടോ ബിബസരിഹിൽ അർശിലേക്ക് തന്നെ അവന്റെ കണ്ണുയർത്തുന്നു. കാരണം എന്താ? അർശിനു മീതെയാണ് അള്ളാഹു. ഈ കാഹളമൂതാൻ അള്ളാഹുവിന്റെ കൽപ്പന വരാൻ വേണ്ടി ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് കാത്തിരിക്കുകയാണ് ആര്? ഇസ്രാഫീൽ. അന്ന് മുതൽ ഈ കാഹളം എടുത്തു വെച്ചിട്ടുണ്ട്. അള്ളാഹു ഓർഡർ കൊടുക്കും, അപ്പോൾ ഊതും. അതോടുകൂടി ലോകം അവസാനിക്കും. അതിനുവേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. യൻതദിറു. കാത്തിരിക്കുകയാണ്. മത്തായി ഉമർ. എപ്പോഴാണ് കൽപ്പന ലഭിക്കുക? ഫഖാല അബൂ ഹുറൈറ. അബൂ ഹുറൈറ റളിയല്ലാഹു പറയാണ്, ഖുൽതു. ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമസ്സൂർ. ഇസ്രാഫീൽ വായിലേക്ക് വെച്ചിരിക്കുന്ന സൂർ എന്താണ്? ഖാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖർനുൻ. അതൊരു കൊമ്പാണ്, ഒരു മൃഗത്തിന്റെ വലിയ ഒരു കൊമ്പ്, ഉള്ളു പൊള്ളയായ ഒരു കൊമ്പാണ്. ഫഖുൽതു. ഞാൻ ചോദിച്ചു, വകൈഫഹു. എങ്ങനെയിരിക്കും ആ കൊമ്പ്? ഖാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവ അദീം. അത് വളരെ വലുതാണ്, പർവ്വതങ്ങൾ കണക്കെ വളരെ വലിയ ഒരു കാഹളമാണ് ഈ വായിലേക്ക് എടുത്തു വച്ചിരിക്കുന്നത്. അത് ഊതിയാൽ ലോകം മുഴുവൻ അതിന്റെ നാദത്താൽ പ്രകമ്പനം കൊള്ളും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മറ്റു ചിലരും വീട്ടിലേക്ക് വന്ന ഒരു സന്ദർഭമുണ്ട്. അദ്ദേഹം ഇങ്ങനെ ചെരിഞ്ഞു കിടന്ന് അദ്ദേഹത്തിന്റെ പായയിൽ കിടക്കുന്ന സമയത്താണ് അവരകത്ത് കയറാൻ സമ്മതം ചോദിക്കുന്നത്. സമ്മതം ചോദിച്ചു, അവരകത്തേക്ക് കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷർട്ട് ഇട്ടിട്ടില്ല. നബി കിടക്കുന്ന വീട്ടിൽ വിശ്രമിക്കുന്നിടത്താണ്. അപ്പോഴാണ് അമ്മോശം വരുന്നത്. എഴുന്നേറ്റിരുന്നു. അപ്പൊ നബിയുടെ ആ സുന്ദരമായ വെളുത്തു ചുവന്ന അദ്ദേഹത്തിന്റെ മേനിയിൽ അദ്ദേഹം കിടന്ന പായിന്റെ പരമ്പ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഓല പോലുള്ള, അതിന്റെ മുകളിലാണ് കിടക്കുന്നത്. അതിൽ പിന്നെ അദ്ദേഹം കിടന്നതിന്റെ അടയാളം ഇവിടെ ഇങ്ങനെ, പായയുടെ അടയാളം ഇങ്ങനെ ശരീരത്തിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ വിരിച്ചിട്ടില്ല, മെത്തയില്ല, സദാ പായിലാണ് കിടക്കുന്നത്.
ഈത്തപ്പനെ ഓല കൊണ്ടുണ്ടാക്കിയ ഒരു പരമ്പിലാണ് കിടക്കുന്നത്. ആ കിടന്ന അടയാളം ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ വന്ന അതിഥികൾ ചോദിച്ചു, റസൂലുള്ള, ഞങ്ങൾ നിങ്ങൾക്ക് ചെറിയൊരു കിടക്കുണ്ടാക്കി തരട്ടെ, ചകിരിയൊക്കെ വെച്ചിട്ട് ചെറിയ മെത്ത ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ തരട്ടെ. എന്തിന്? ഈ അടയാളമൊക്കെ വരാതിരിക്കാൻ വേണ്ടി. വലിയ ചെലവുള്ള സംഗതിയൊന്നുമല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, കൈഫ അനം, ഞാനെങ്ങനെ സുഖമായി കിടക്കും, ഞാനെങ്ങനെ സുഖിക്കും? വഖദ് ഇൽതഖമ സാഹിബുൽ ഖർനിൽ ഖർന, കാഹളം ഏൽപ്പിക്കപ്പെട്ട ഇസ്രാഫീൽ ആ കാഹളം എടുത്ത് വായിൽ വെച്ച് കഴിഞ്ഞു. വഹന ജബ്ഹതഹു, അയാളുടെ നെറ്റി ഇതാ ചരിച്ചു, ഇങ്ങനെ മുകളിലേക്ക് ചരിച്ചു വെക്കുക, നെറ്റി ഊതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ. എന്നിട്ട് എന്താണ്? അദ്ദേഹം തന്റെ കാതോർത്തിരിക്കുകയാണ്. എൻതലു, കാത്തുകൊണ്ട്, അൻയുമറ, കൽപ്പന ലഭിക്കാൻ, അൻയൻഫുഹ, ഊതുന്നതിന് വേണ്ടി, ഫയൻഫുഹ, എന്നിട്ട് ഊതാൻ. അപ്പം നീ ഊതിക്കൊള്ളുക എന്ന് അള്ളാഹുവിന്റെ കൽപ്പന കിട്ടണം, എന്നിട്ട് അദ്ദേഹത്തിന് ഊതണം, അതോടെ ലോകം നശിക്കണം. അപ്പൊ ലോകാവസാനത്തിന്റെ മുന്നോടിയായി, ലോകം നശിക്കുന്നതിന് മുന്നോടിയായി കാഹളമൂതാൻ കാത്തിരിക്കുകയാണ്, വായിൽ വെച്ച് നെറ്റി ഉയർത്തി. ആര്? ഇസ്രാഫീൽ. എന്നാൽ ലോകം ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കും. അപ്പം ഞാൻ സുഖമായി ജീവിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്. ദുനിയാവിന്റെ ആനന്ദങ്ങളും ദുനിയാവിന്റെ രസങ്ങളും ദുനിയാവിന്റെ ആസ്വാദനങ്ങളും അതിന് പ്രാധാന്യം കൊടുത്ത് അള്ളാഹുവിന്റെ കൽപ്പനകളെ അവഗണിച്ചു കളയുന്ന ആളുകളുടെ എല്ലാം കണ്ണും ഹൃദയവും തുറപ്പിക്കുന്ന ചോദ്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നയിച്ചത്. അപ്പൊ നബി ഒരു നല്ല വിരിവിരിക്കാൻ പോലും ഇഷ്ടപ്പെടാഞ്ഞത് പരലോകത്തെ മറന്നുകൊണ്ടാന്ന് വിചാരിച്ചിട്ട്. ഇനി എങ്ങനെയാണ്, എന്ത് സംഭവിക്കും? ദീർഘമായ ഹദീസുകൾ കാണാം. സുമ്മ യുർസിലുല്ലാഹു മതറൻ കഅന്നഹു ത്വല്ല, അള്ളാഹു ഒരു മഴ ഇറക്കും, തൊല്ല് പോലെ. തൊല്ല് എന്ന് പറഞ്ഞാൽ ചെറിയ ചാറ്റൽ മഴ. ലോകം അവസാനിക്കുന്ന ദിവസം ഒരു ചാറ്റൽ മഴ വരും. ചിലയിടത്ത് പാലിന്റെ കളറായിരിക്കും, അല്ലെങ്കിൽ വെളുത്ത ഒരു ചാറ്റൽ മഴ പെയ്യും. ഫതംബുതു മിൻഹു അജ്സാദുൻ നാസ്, അങ്ങനെ ആ മഴയിൽ നിന്ന് ജനങ്ങളുടെ ശരീരമൊക്കെ ഇങ്ങനെ മുളച്ചു പൊങ്ങി വരും, രണ്ടാമത് ഉയർത്തെഴുന്നേറ്റ് വരും. മസ്തറിൽ ഖബറിൽ കിടക്കുന്ന ആലമുൽ ബർസഖിലെ എല്ലാ മനുഷ്യരും ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവ്വലു മൻ തൻസഖുൽ അർള്, ഞാനാണ് ആദ്യം ഭൂമി വളർന്നു വരുന്ന ആളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ ഓരോരുത്തരായി ഖബറിൽ കിടക്കുന്ന ആളുകളെല്ലാം എഴുന്നേറ്റ് വരും. എല്ലാവരും എഴുന്നേറ്റ് വരുന്നതോടുകൂടി എന്താണ്? രണ്ടാമത്തെ ഊതും. ഫൈദാഹും ഖിയാമുൻ യൻദുറൂൻ, അപ്പോഴവരതാ എഴുന്നേറ്റുകൊണ്ട് നോക്കി നിൽക്കുന്ന നൃത്തത്തിലായിരിക്കും. അപ്പൊ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കായിരിക്കും. ഖബറിലെല്ലാവരും, മഹ്ശറിലെല്ലാവരും നിൽക്കണം. അവിടെ കസേര നിട്ടിരുള്ള, ഇരിക്കാനും വിശ്രമിക്കാനും കിടക്കാനും ഒന്നും സൗകര്യമില്ല. എല്ലാവരും മഹ്ശറിൽ വിചാരണയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കും. അപ്പൊ എല്ലാവരും ആ മഴ പെയ്ത് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴാണ് രണ്ടാമത്തെ കാഹളമൂത്ത്. മനസ്സിലായില്ലേ? ഈ ആദ്യത്തെ കാഹളമൂത്തിനും എല്ലാവരും മഹ്ശറിലേക്ക് എഴുന്നേറ്റ് നിൽക്കുന്ന കാഹളമൂത്തിനും ഇടയിൽ എത്ര സമയം ഉണ്ട് എന്ന ചോദ്യം നമുക്ക് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീണ്ടും ഇതേ ഹദീസിന്റെ മറ്റൊരു റിപ്പോർട്ട് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഫിൽ ഇൻസാനി അദ്മൻ, മനുഷ്യരിൽ ഒരു എല്ലുണ്ട്. ലാ തഅകുലുഹുൽ അർളു അബദ, ആ എല്ലു ഒരിക്കലും ഭൂമി തിന്നുകയില്ല. ഒരു മനുഷ്യൻ മുഴുവൻ നുരുമ്പിപ്പോയാലും ഒരു എല്ലിന്റെ ഒരു ഭാഗം അത് ഭൂമി തിന്നാതെ നുരുമ്പിപ്പോകാതെ അവിടെ കിടക്കും. ഫീഹി യുറക്കബു യൗമൽ ഖിയാമ, ആ ബാക്കി കിടക്കുന്ന ഓരോരുത്തരുടെയും എല്ലിൽ നിന്ന് നട്ടലിന്റെ ഏറ്റവും പിറകുഭാഗത്തുള്ള ആ എല്ലിന്റെ കഷ്ണം ഖിയാമത്ത് നാൾ വരെയും അത് നശിച്ചു പോകുന്നില്ല. ആ നശിച്ചു പോകുന്ന, ആ നശിക്കാതെ കിടക്കുന്ന ആ എല്ലിന്റെ കഷ്ണത്തിൽ നിന്നാണ് അവർ വീണ്ടും യോജിപ്പിക്കപ്പെടുന്നത്. സഹാബികൾ ചോദിച്ചു, അയ്യോ അദ്മിൻ ഹുവ യാ റസൂലല്ലാഹ്, ശരീരത്തിലെ ഏത് എല്ലാണ് അവസാനം ബാക്കിയാകുന്നത്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജ്ബു സനബ്, മൃഗങ്ങളുടെ വാല് വരുന്നൊരു ഭാഗമുണ്ടല്ലോ, ആ വാലിന്റെ ഭാഗം, ശരീരത്തിന്റെ നട്ടലിന്റെ ഏറ്റവും അടിഭാഗം, ആ എല്ലൊരിക്കലും നശിക്കൂല. ഇമാം നവവി റഹ്മത്തുള്ളാഹി പറഞ്ഞു, വഹുവ അവ്വലു മാ യുഖ്ലഖു മിൻ ആദമി, ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുമ്പോൾ അല്ലാഹ് ആദ്യം സൃഷ്ടിക്കുന്ന ഈ എല്ലാണ്, ആ എല്ലിന്റെ ഈ ഭാഗമാണ്. വഹുവ അല്ലദീ യബ്ഖാ മിൻഹു, അതാണ് മരിച്ചു കഴിഞ്ഞാൽ നശിക്കാതെ ബാക്കിയാകുന്നത്. ലിയുആദ, വീണ്ടും അവൻ മടങ്ങി വരാൻ വേണ്ടി. തർക്കീബൽ ഖൽഖി അലൈഹി, ആ ഒരു എല്ലിൽ നിന്നുകൊണ്ടാണ് ആ സൃഷ്ടിപ്പ്, അതിന്റെ ഘടന വീണ്ടും ഉണ്ടാകുന്നത് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി വിശദീകരിച്ചത് കാണാം. അങ്ങനെ സുമ്മ യുൻഫഖു ഫിസ്സൂർ, വീണ്ടും കാഹളത്തിൽ ഊതപ്പെടും. ഫലാ യസ്മഉഹു അഹദുൻ, അത് കേൾക്കുന്ന ഒരാളും ഉണ്ടാകില്ല. ഇല്ലാ അസ്ഗാലീതൻ വറഫഅലീതൻ, തല ചരിക്കുകയും തല ഉയർത്തുകയും. ആദ്യം തല ഇങ്ങനെ ഉയർത്തും, എന്നിട്ട് ഇങ്ങനെ ചരിക്കും. എന്ത്? ശരിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് തല ഉയർത്തിയിട്ട് ഇങ്ങനെ ചരിക്കും. എവിടുന്നാണ്? ആ കാഹളമുത്ത് കേൾക്കാൻ വേണ്ടി എല്ലാവരും തല ഉയർത്തും, എന്നിട്ട് ചരിച്ചിങ്ങനെ നോക്കുമെന്നാണ്. അസ്ഗാലീതൻ വറഫഅലീതൻ എന്നിങ്ങനെ കാണാം. വഅവ്വലു മൻ യസ്മഉഹു റജുലുൻ
യലൂതു ഹൗള ഇബ്ലിഹി, ആദ്യം അത് കേൾക്കുന്നത് തന്റെ ഒട്ടകത്തിന്റെ താവളത്തിൽ, ഒട്ടകത്തിന്റെ ആ ആലയിൽ അതിനെ നന്നാക്കിക്കൊണ്ടിരിക്കുന്ന, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും. അത് കേൾക്കേണ്ട താമസം ഖാല ഫയസ്അഖ്, അവൻ ബോധരഹിതനാകും. വയസ്അഖുന്നാസ്, പിന്നെ ലോകത്തുള്ള എല്ലാ ജനങ്ങളും ബോധം കെട്ട് നിലംപതിക്കും. ഈ ലോകം അവസാനിക്കാൻ വേണ്ടി ഊതുന്ന കാഹളമൂത്ത് അത് കേൾക്കുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ചെരിച്ചൊന്ന് തല ഉയർത്തും, ഉടനെ ബോധം കെട്ട് താഴെ വീഴും. ലോകം അവസാനിക്കുന്ന ആ ദിനത്തിൽ ഒരു സത്യവിശ്വാസി ജീവിച്ചിരിപ്പുണ്ടാവില്ല. അതിനു മുമ്പ് ഒരു തെക്കൻ കാറ്റ് അവനെ കടന്നു പോവുകയും തഴുകിപ്പോവുകയും ആ കാറ്റിലൂടെ സത്യവിശ്വാസികൾ മാത്രമായി മരണപ്പെട്ടു പോവുകയും ചെയ്യും. അതിനുശേഷമാണ് ഭയപ്പെടുത്തുന്ന എല്ലാ സംഗതികളും, ആകാശം പിളരുന്നത്, ഭൂമി പർവ്വതങ്ങൾ പൊടിയുന്നത്, ഭൂമി നിരപ്പാകുന്നതും, വന്യജീവികൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്, സമുദ്രങ്ങൾ കത്തിപ്പോകുന്നതും, ഇങ്ങനെയുള്ള അനേകം അനുഭവങ്ങൾ, ഇതെല്ലാം സംഭവിക്കുന്ന ഒരാൾക്ക് സഹിക്കാൻ പറ്റില്ല. അത്രമാത്രം വേദനയിൽ പൊളഞ്ഞുകൊണ്ട് ആ രംഗത്തിന് സാക്ഷ്യം വഹിക്കാൻ പറ്റൂ. അന്നൊരു സത്യവിശ്വാസിയും ജീവിച്ചിരിപ്പില്ല. അള്ളാഹുവെ മാത്രം വിളിക്കുന്ന ഒരാളും വന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്ന ഒരാളും ഉണ്ടാവുകയില്ല. ലാ തഖൂമു സഅതു ഇല്ലാ ഫീ ശറാരിൽ ഖൽഖ്. അലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ദുഷിച്ച ഒരു ജനതയിലല്ലാതെ ലോകാന്ത്യം സംഭവിക്കുകയില്ല എന്നാണ്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ വയസ്അഖുന്നാസ്, ജനങ്ങളൊക്കെ ബോധരഹിതരായി നിലംപതിച്ചു. സുമ്മ യുർസിലുല്ലാഹു മതറൻ, ചില റിപ്പോർട്ടുകൾ സുമ്മ യുൻസിലുല്ലാഹു മതറൻ, പിന്നെ അള്ളാഹു ഒരു മഴ വർഷിക്കും. കഅന്നഹു തല്ല് അവിളല്, ഒരു ചാറ്റൽ മഴ പോലെ, അല്ലെങ്കിൽ തണൽ പോലെ ഒരു മഴ ഇങ്ങനെ ഒന്ന് മൂടിയിട്ട് വരും. ഫതംബുതു മിൻഹു അജ്സാദുന്നാസ്, അങ്ങനെ ആ മഴ കാരണമായി ജനങ്ങളുടെ ശരീരങ്ങളൊക്കെ ഖബറിൽ നിന്നിങ്ങനെ പുറത്തേക്ക് വരും, ഉയർത്തെഴുന്നേറ്റ് വരും, അത് മുളച്ചു വരും. സുമ്മ യുൻഫഖു ഫീഹി ഉഖറ, പിന്നീട് കാഹളത്തിൽ ഒരു ഊതപ്പെടൽ കൂടിയുണ്ട്. ഫഇദാഹും ഖിയാമുൻ യൻദുർ, ഒന്ന് ലോകം നശിക്കാനുള്ളതാണ്. പിന്നെന്താണ്? യുൻഫഖു ഫീഹി ഉഖറ, രണ്ടാമതായിട്ട് ഒരു ഊത്തുകൂടി ഉണ്ടാകും. ഫഇദാഹും ഖിയാമുൻ യൻദുറൂൻ, അപ്പോഴവരതാ നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്ന അവസ്ഥയിലാണ്. സുമ്മയുക്കാൽ, പിന്നീട് പറയപ്പെടും, യാ അയ്യുഹന്നാസു, മനുഷ്യരെ, ഹലുമ്മ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് വരിക എന്ന് പറയും. റബ്ബിലേക്ക് വരിക, അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, അവരെ എഴുന്നേൽപ്പിക്കുക, അവരെഴുന്നേറ്റ് നിൽക്കട്ടെ. ഇന്നഹും മസ്ഊലൂൻ, തീർച്ചയായിട്ടും അവർ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. ഇനി അങ്ങോട്ട് വിചാരണയാണ്. സ്വഹീഹ് മുസ്ലിമിലാണ് ഈ ദീർഘമായ ഹദീസ് നമുക്ക് കാണാൻ കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബൈന നഫ്ഖതൈൻ അർബഉൻ, ആദ്യം ലോകം നശിക്കാൻ വേണ്ടി ഒരു സൂറ്, പിന്നീട് എല്ലാവരും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ വേണ്ടി രണ്ടാമത്തെ സൂറിലെ ഊത്ത്. ആദ്യം ഒരു ഊത്തുണ്ട്, രണ്ടാമത്തെ ഒരു ഊത്തുണ്ട്. ഇത് രണ്ടിനുമിടയിൽ എത്രയാണ് കാലയളവ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഊൻ, 40 ദിവസം. ഖാല, സഹാബികൾ ചോദിച്ചു, അർബഊന യൗമൻ, 40 എന്ന് നബി പറഞ്ഞു, ദിവസം എന്ന് പറഞ്ഞില്ല. സഹാബികൾ ചോദിച്ചു, അർബഊന യൗമൻ, 40 ദിവസമാണോ? ഖാല, നബി പറഞ്ഞു, അബൈത്തു, ഞാനത് ഉത്തരം നൽകാൻ വിസമ്മതിച്ചു. എന്നാൽ ആണെന്ന് ഞാൻ പറഞ്ഞില്ല, അല്ലെന്ന് പറഞ്ഞു. ഖാല, പറഞ്ഞു, അർബഊന ശഹ്റൻ, 40 മാസമാണോ? അബൈത്തു, ഞാൻ അല്ലെന്ന് പറഞ്ഞു. അർബഊന സനതൻ, 40 വർഷമാണോ? അബൈത്തു, അപ്പോഴും ഞാൻ അല്ലെന്ന് പറഞ്ഞു. പിന്നെ എത്രയാണെന്ന് ചോദിക്കാൻ ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ 40 വർഷവുമല്ലാത്ത ഒരു വലിയ കാലയളവ് ലോകാവസാനത്തിന് ശേഷം എല്ലാവരും ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് വരുന്നതിനിടയിലുണ്ട്. കണ്ടോ, ആലമുൽ ബർസഖിൽ ചുരുങ്ങിയത് 40 കൊല്ലം, ഒരു ദിവസം 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യമാണ്. സുമ്മ യുൻസിലുല്ലാഹു മിനസ് സമാഇ മാഅൻ, പിന്നെയാണ് മഴ വർഷിക്കുന്നത്. ഫയംബുത്തൂന കമാ യംബുത്തുൽ ബഖലു, ചീരച്ചെടി, മഴ പെയ്യുമ്പോൾ ചീര അത് മുളച്ചു വരുന്നത് പോലെ ആളുകളൊക്കെ ഖബറിൽ നിന്നിങ്ങനെ പുറത്തേക്ക് വരും. ലൈസ മിനൽ ഇൻസാനി ശൈഉൻ ഇല്ലാ യബ്ല, മനുഷ്യരിൽ നശിക്കാതെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല ആദമൻ വാഹിദ, ഒരു എല്ലല്ലാതെ. വഹു അജ്ബു ദനബ്, അത് നട്ടലിന്റെ പിറകിലുള്ള എല്ലാണ്. വമിൻഹു യുറക്കബുൽ ഖൽഖു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ എല്ലിൽ നിന്ന് സൃഷ്ടികളൊക്കെ വീണ്ടും കൂട്ടിഘടിപ്പിക്കപ്പെട്ട് പുതിയ ആളായി, പഴയതുപോലെ തന്നെ പുതിയ സൃഷ്ടിപ്പായി മാറും എന്ന് സ്വഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാം. അങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ സത്യനിഷേധികളുടെ ചോദ്യം എന്താ? യാ വൈലന മംബഅസനാ മിൻ മർഖദിന, ഞങ്ങൾ ഉറങ്ങുന്നിടത്ത് നിന്ന് ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നതാരാ? എല്ലാ ദിവസവും ഖബറിൽ ആളുകൾ എഴുന്നേൽപ്പിക്കുമ്പോഴൊക്കെ കാഫറുകൾ ചോദിക്കും. ഖബറിൽ ഞാൻ പറഞ്ഞു 40 എന്ന് പറയുന്ന ഏതോ ഒരു കാലയളവാണ്, ദീർഘമായ കാലയളവാണ്. ഒരു ദിവസം തന്നെ 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ്. അതിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹു എഴുന്നേൽപ്പിക്കും. സത്യവിശ്വാസികളെയും എഴുന്നേൽപ്പിക്കും, നിഷേധികളെയും എഴുന്നേൽപ്പിക്കും. ആലമുൽ ബർസഖിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ സന്ദർഭത്തിൽ മനസ്സിലാക്കുകയുണ്ടായി. ആ എഴുന്നേൽപ്പിക്കുമ്പോഴൊക്കെ കാഫറുകൾ ചോദിക്കും, ആരാ ഞങ്ങൾ ഉറങ്ങായിരുന്നല്ലോ, ആരാ ഞങ്ങൾ എണീപ്പിച്ചത്? ആ ചോദ്യം തന്നെ ലോകാവസാനത്തിന് അന്നും ചോദിക്കും. മംബഅസനാ മിൻ മർഖദിന, ഞങ്ങൾ ഉറങ്ങുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ എഴുന്നേൽപ്പിച്ചത് ആരാണ്? നാശം. യാ വൈലന, ഞങ്ങളുടെ നാശമേ എന്നവർ പറയും.
അള്ളാഹു കൊടുത്ത മറുപടി എന്താ? സൂറത്ത് യാസീൻ 52-53 ആയത്തുകളിൽ കാണാം, ഹാദാ മാ വഅദ റഹ്മാൻ, ഇതാണ് പരമകാരുണികൻ വാഗ്ദാനം ചെയ്ത സംഗതി. വസദഖൽ മുർസലൂൻ, റസൂലുമാർ സത്യമായി പറഞ്ഞ കാര്യം. ഇൻ കാനത ഇല്ലാ സ്വൈഹതൻ വാഹിദ, ഇത് ഒരൊറ്റ ഘോര ശബ്ദമല്ലാതെ മറ്റൊന്നുമല്ല. ഫൈദാഹും ജമീഉൻ ലദൈനാ മുഹ്ദറൂൻ, അപ്പോഴതാ എല്ലാവരും നമ്മുടെ അരികിൽ ഹാജരാക്കപ്പെടുന്നവരാണ്. ഒരൊറ്റ ശബ്ദം, ഒരു ഘോര ശബ്ദം ഇങ്ങോട്ട് കേൾക്കുന്നതോടുകൂടി എല്ലാവരും റബ്ബിന്റെ മുന്നിലേക്ക് കടന്ന് ഹാജരാക്കപ്പെടും. ഇനി ഈ മഹ്ശറിന്റെ ഭൂമി എവിടേക്കാണ് ഹാജരാക്കപ്പെട്ടത്? ആ മഹ്ശറിന്റെ ഭൂമി എങ്ങനെ ഇരിക്കും? ആ മഹ്ശറിന്റെ ഭൂമി ഏത് ഭൂമിയിലേക്കാണ് കൊണ്ടുവന്നത്? ഇവിടുത്തെ ഭൂമി എന്ന് പറഞ്ഞാൽ പലതരത്തിലാണ്. കയറ്റമുണ്ട്, ഇറക്കമുണ്ട്, കുന്നുണ്ട്, കുഴിയുണ്ട്, അല്ലെ, സമുദ്രങ്ങളുണ്ട്, പുഴകളുണ്ട്, മരുഭൂമികളുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കാണുന്ന ഈ ഭൂമി. എന്നാൽ മഹ്ശറിലേക്ക് വരുമ്പോൾ ആകാശവും ഭൂമിയും ഒരുമിച്ച് ചേർത്ത് നിരപ്പാക്കിയ ഒരു ഭൂമിയാണ്. മനസ്സിലായില്ലേ? അർളും സമാവാത്തും തബ്ദീൽ ചെയ്യപ്പെടുമെന്നാണ്. തുബദ്ദലു സമാവാത്തു വൽ അർളും ഗൈറ, അതല്ലാത്ത മറ്റൊന്നായി. ആകാശങ്ങളും ഭൂമിയും ഇപ്പോൾ നാം കാണുന്ന ഈ ഭൂമിയുമല്ല, ഇപ്പോൾ കാണുന്ന ആകാശവുമല്ല, ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേർത്ത് പരത്തി മറ്റൊരു പ്രദേശമായി മാറുന്നതാണ് മഹ്ശർ. ഈ മഹ്ശർ സത്യമാണ്. ഖബറിൽ നിന്ന് നമ്മൾ ആദ്യം എഴുന്നേറ്റ് വരുന്നത് മഹ്ശറിലേക്കാണ്. യുഹ്ശറു നാസു യൗമൽ ഖിയാമത്തി അലാ അർദിൻ ബൈളാ, വെളുത്തതും ശുഭ്രവുമായ ഒരു ഭൂമിയിലേക്കാണ് ഖിയാമത്ത് നാളിൽ മനുഷ്യരെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. കഖൂസത്തിൻ നഖിയ്യ്, ഒരു ശുദ്ധമായ തളിക പോലെ, ഒരു പാത്രം കഴുകി വൃത്തിയാക്കിയ കണ്ണാടി പോലെ തിളങ്ങുന്ന ഒരു പാത്രം, ഒരു തളിക പോലെയാണ്, ഒരു തളികയുടെ പ്രതലം പോലെയാണ് അന്നതുണ്ടാവുക. ലൈസ ഫിഹാ ആലമുൻ ലിഅഹദിൻ, ആർക്കും ഒരു അടയാളവുമില്ല. ഇത് നമ്മൾ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ലൊക്കേഷൻ അയച്ചു കൊടുക്കും, ഞാൻ ഇന്ന സ്ഥലത്താണ്. അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കും, ഞാൻ ഈ പള്ളിയുടെ അടുത്താണ്, പമ്പിന്റെ അടുത്താണ്, ആ വളവിലാണ്, ഈ തിരിവിലാണ്, മലന്റെ മുകളിലാണ്. ഒരാൾക്കും ഒരു അടയാളവും പറയാൻ പറ്റില്ല. എല്ലാവരും ഒരുപോലത്തെ സ്ഥലത്താണ് നിൽക്കുന്നത്. ഞാൻ ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക സ്ഥലത്താണ് എല്ലാവരും മഹ്ശറിൽ നിൽക്കുന്നത്. ഖുർആൻ പറയുന്നു, യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്, ഭൂമി ഈ ഭൂമിയല്ലാത്ത മറ്റൊന്നായി മാറ്റപ്പെടും, ആകാശങ്ങളും അങ്ങനെ മാറ്റപ്പെടും. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത് വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഒരുവനും എല്ലാം അടക്കി ഭരിക്കുന്നവനുമായ അള്ളാഹുവിനു വേണ്ടി എല്ലാവരും അവിടെ പരസ്യമായി പ്രകടമായി വെളിപ്പെടും. എല്ലാവരും കടന്നു വരും, എല്ലാവരും റബ്ബിന്റെ മുന്നിൽ റബ്ബിനു വേണ്ടി വരും. ഒരാളും ഒരക്ഷരം മുതൽ ലാ യസ്മഊന ഇല്ലാ ഹംസാന, നെടുനിശ്വാസങ്ങളല്ലാതെ അന്ന് കേൾക്കില്ല. എല്ലാവരും ബേജാറായിട്ട് വലിയ ശ്വാസം എടുക്കുകയും പുറത്തേക്ക് അയക്കുകയും ചെയ്യും. ഇതല്ലാതെ, ഈ ഒരു സൗണ്ട് അല്ലാതെ അന്ന് മനുഷ്യർ വാക്ക് ഒരു അക്ഷരം ഉച്ചരിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഇതെന്താണ് കഥ എന്ന് ചോദിക്കാൻ പോലും ആർക്കും സാധ്യമല്ല. ഇതിൽ നിന്ന് ആരാണ് നമ്മളെ രക്ഷിക്കുക എന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. റബ്ബേ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പോലും ഒരാൾക്ക് നാവ് മുട്ടുന്നില്ല. എല്ലാവരും പേടിച്ച് ബേജാറായി, ഹൃദയങ്ങളൊക്കെ തൊണ്ടക്കുഴിയിലേക്കെത്തി, കണ്ണുകളൊക്കെ ഉയർന്ന് തുറിച്ച് അങ്ങനെ വെപ്രാളത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുന്ന ഒരു രംഗമായിരിക്കും അത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, യഖ്ബിദുല്ലാഹുൽ അർള, ഭൂമി അല്ലാഹു പിടിക്കും, വയത്ത് ബിസ്സമാ ബിയമീനി, അവന്റെ വലങ്കരത്തിൽ അവൻ ആകാശത്തെ ഒന്നാകെ ചുരുട്ടും. സുമ്മ യഖൂൽ, എന്നിട്ട് അല്ലാഹു പറയും, അനൽ മലിക്, ഞാനാണ് രാജാവും. ഐന മുലൂകുൽ അർദ്, എവിടെ പോയി ഭൂമിയിലെ രാജാക്കന്മാരെല്ലാം എന്ന് അല്ലാഹു ചോദിക്കും. അല്ലാഹു നേരിട്ട് മനുഷ്യരോട് സംഭാഷണം നടത്തുന്ന ഒന്നാമത്തെ രംഗമാണ് മഹ്ശറിൽ വെച്ച്. അല്ലാഹു പറയും, ഞാനാണ് രാജാവ്, രാജാക്കന്മാരായ രാജാക്കന്മാരൊക്കെ എവിടെ പോയി? ഖുർആൻ പറഞ്ഞു, വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ, നിന്റെ റബ്ബും മലക്കുകളും അണിയണിയായി വരും. മലക്കുകൾ പട്ടാളക്കാർ അണിചേർന്ന് നിൽക്കുന്ന പോലെ അല്ല, അതിനേക്കാൾ കൃത്യമായി അവരുടെ കാലുകളൊക്കെ ഇങ്ങനെ ചേർത്ത് ചേർത്ത് നിസ്കരിക്കുമെന്ന് വിവരല്ലേ, തറാസു, നിങ്ങൾ ചേർന്ന് നിൽക്കണം, മലക്കുകൾ ചേർന്ന് നിൽക്കുന്ന പോലെ ചേർന്ന് നിൽക്കണം. സഫിൽ ഇങ്ങനെ വിശാലമായിട്ട് എല്ലാവരും ഒഴിഞ്ഞൊഴിഞ്ഞ് ഒറ്റക്കൊറ്റക്കല്ല നിൽക്കേണ്ടത്, സഫ് ചേർന്ന് നിൽക്കണം, അടുത്തടുത്ത് നിൽക്കണം. നമ്മുടെ ഷോൾഡറുകളും നമ്മുടെ കാലുകളും ഒക്കെ അടുപ്പിച്ച് മലക്കുകൾ നിൽക്കുന്ന പോലെ നിൽക്കണം എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മലക്കുകൾ നാളെ അങ്ങനെ സഫായിട്ട് നിൽക്കും. അള്ളാഹുവിന്റെ മുന്നിൽ അവർ ചേർന്ന് ചേർന്ന് വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ, നിന്റെ അരികിലേക്ക് റബ്ബ് വരും. റബ്ബ് എങ്ങനെയാണ്? അവന്റെ എല്ലാ സർവ്വഗാംഭീര്യങ്ങളോടും കൂടി എഴുന്നേറ്റ് വരുന്ന രംഗമാണ് പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കണം. അങ്ങനെ അവിടെ എഴുന്നേറ്റ് വരികയും
റബ്ബിന്റെ മുന്നിൽ വിചാരണയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുന്ന രംഗത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെ ഇരിക്കും ആ ഒരു സന്ദർഭം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അഫഹസിബതും, നിങ്ങൾ വിചാരിച്ചു അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങളെ ഈ ഭൂമിയിൽ നാം പാഴായി വൃഥാ സൃഷ്ടിച്ചതാണ്, ഒരിക്കലും നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല, നമ്മുടെ അരികിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അവിശ്വാസികളുടെ ഹൃദയം പാറിപ്പോകാൻ തക്കവണ്ണമുള്ള ചോദ്യമാണ്. നിങ്ങൾ വെറുതെയാണോ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്? അല്ല, ഇങ്ങനൊരു വിചാരണയുണ്ട്. ഈ വിചാരണ നേരത്ത് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്നവരായി നിങ്ങൾ വരണം. അതിനുള്ള അവസരം ഒരുക്കാനാണ് ദുനിയാവിൽ ഏതാനും വർഷങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയത്, നിങ്ങളിലേക്ക് റസൂലുമാരെ അയച്ചതും നിങ്ങൾക്ക് കിതാബുകൾ ഇറക്കിയതും അതിലെ തത്വങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ആദർശത്തിനും ആചാരങ്ങൾക്കും അനുസരിച്ച് ജീവിതം നിങ്ങൾ പുലർത്തേണ്ടിയിരുന്നു. അങ്ങനെ ഇസ്ലാമിന്റെ റബ്ബ് ഇഷ്ടപ്പെട്ട സംസ്കാര മര്യാദകൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർഭയരായിരിക്കും. നിങ്ങൾ വിചാരിച്ചോ നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതാണ്, നിങ്ങൾ ഒരിക്കലും നമ്മുടെ അരികിലേക്ക് മടങ്ങുകയില്ല എന്ന് വിചാരിച്ചോ? എങ്കിൽ കാഹളത്തിൽ ഒരൊറ്റയൂത്ത് ഊതപ്പെടുമ്പോൾ, വഹുമിലത്തിൽ അർളു, ഭൂമി വഹിക്കപ്പെടുമ്പോൾ, വൽജിബാലു ഫദുക്കതാ ദക്കത്തം വാഹിദ, പർവ്വതങ്ങൾ ഒരൊറ്റ പൊടിയാക്കപ്പെടുമ്പോൾ, ഫയൗമൈദിൻ വഖഅത്തിൽ വാഖിയ, ആ യഥാർത്ഥ സംഭവം അന്നേ ദിവസം സംഭവിക്കുകയും ചെയ്യും. വൻശഖത്തിസ് സമാ, ആകാശങ്ങൾ പിളരും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ദിവസത്തിന്റെ നമ്മുടെ ദുർബലതയും ഭയവുമെല്ലാം സൂറത്തുൽ ഹാഖയിലെ 13 മുതൽക്കുള്ള ആയത്തുകളിൽ ചൂണ്ടിക്കാണിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് നാം മനസ്സിരുത്തുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട വിഷയമാണ്. അങ്ങനെ റബ്ബിന്റെ അരികിലേക്ക് വരും. ആ സന്ദർഭത്തെക്കുറിച്ച് നമ്മൾ നന്നായി ആലോചിക്കണം, ബേജാറാകണം. അങ്ങനെ ബേജാറായി എഴുന്നേറ്റ് റബ്ബ് മുൻ വന്നു. അതേപോലെ തന്നെ മലക്കുകൾ അണിയായി നിന്നു. ആ സമയത്ത് അവിശ്വാസികൾ ഞങ്ങൾ നേരത്തെ മണ്ണായി തീർന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. 2 വിശദീകരണങ്ങളാണ്. ഒന്ന്, ഞങ്ങൾ മണ്ണായി അങ്ങ് തീർന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, പിന്നെ ഉയർത്തെഴുന്നേൽപ്പില്ലായിരുന്നെങ്കിൽ. 2, ഞങ്ങൾ കേവലം മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ദുനിയാവിലൊരു മണ്ണായിരുന്നു, മനുഷ്യനല്ലാതെ മണ്ണായിട്ടാണ് നമ്മളുള്ളതെങ്കിൽ പരലോകത്തെ വിചാരണയെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ മണ്ണോട് ചേർന്ന് പിന്നീട് ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കപ്പെടാതിരുന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആ സന്ദർഭത്തിൽ ചോദ്യമുണ്ടാകും എന്നാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫ, അത് കഴിഞ്ഞ് വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്റ, അതിനുശേഷം നരകം കൊണ്ടുവരപ്പെടും. മനുഷ്യൻ അന്നേരം നരകം കാണും. നരകം കാണുമ്പോൾ അവൻ ചിന്തിക്കും, അവൻ ഓർക്കും, ഇത് സത്യമായിരുന്നുവല്ലോ, ഇതിനുവേണ്ടി ഞാനൊന്നും ചെയ്തു കൂട്ടിയിട്ടില്ലല്ലോ എന്ന ബേജാറും വെപ്രാളവും ഒക്കെ അവന്റെ ചിന്തയിലേക്ക് കടന്നു വരുന്നത് മഹ്ശറിലെത്തുകയും ഒരുമിച്ച് കൂട്ടപ്പെടുകയും നരകം അവന്റെ കൺമുന്നിൽ കാണുകയും ചെയ്യുന്ന ഒരു സമയത്താണ്. എങ്ങനെയാണ് നരകം കൊണ്ടുവരപ്പെടുന്നത്? യൂതാ ബി ജഹന്നമ യൗമഇദിൻ ലഹാ 70000 സിമാമിൻ, 70,000 ചങ്ങലകൾ അതിനുണ്ട്, കടിഞ്ഞാണുകൾ അതിനുണ്ട്. മഅകുല്ലി സിമാമിൻ 70000 മലക്കിൻ യജുറൂനഹ, 70,000 മലക്കുകൾ ആ നരകത്തെ ഓരോ ചങ്ങലയിലും വലിച്ചേച്ചു കൊണ്ടുവരാൻ ഉണ്ട്. 70,000 ചങ്ങലകളുള്ള വലിയൊരു പാത്രം കണക്കെയാണ്, ആഴമുള്ള ഒരു കുഴിപ്പാത്രം കണക്കെയാണ് നരകാഗ്നിയെ വലിച്ചേച്ചു കൊണ്ടുവരും. ഒരു മലക്ക് തന്നെ ആകാശഭൂമി നിറയാൻ മാത്രം വലുപ്പവും നല്ല ശക്തിയുമുണ്ട്. അങ്ങനത്തെ 70,000 മലക്ക് ഈ നരകത്തിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ട പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്ന ഒരു ചങ്ങലയിലുണ്ടാകും. അങ്ങനത്തെ 70,000 ചങ്ങല, ഓരോ ചങ്ങലയിലും 70,000 മലക്കുകൾ. 490 കോടി മലക്കുകൾ, 490 കോടി മലക്കുകൾ വലിച്ചേച്ചു കൊണ്ടുവരാൻ മാത്രം ആഴമേറിയ നരകാഗ്നി അത് അവിടെ കൊണ്ടുവന്നു. തുടർന്നാണ് വിചാരണ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭയാനകമായ സാഹചര്യത്തിൽ വളരെ ശാന്തമായി സമാധാനപൂർവ്വം ആ ഒരു സന്ദർഭത്തെ നേരിടാൻ മഹാഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുവഹിദുകളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ് ഫൗസീകും സാനിയം വഇയ്യായ ബിതഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. താരിഖുൽ മുഹാരിബി റളിയല്ലാഹു അൻഹു അദ്ദേഹം നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം,
അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞു, യാ താരിഖ് ഇസ്തഇദ്ദ ലിൽ മൗത്ത് ഖബ്ല നുസൂലിൽ മൗത്ത്, നീ മരണത്തിന് വേണ്ടി ഒരുങ്ങണം, മരണം വരുന്നതിന് മുമ്പ്. അതായത് ഇപ്പോൾ ഈ ദുനിയാവിൽ. ഇത് ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനെക്കുറിച്ച് ദുനിയാവിൽ നമ്മൾ ഓർക്കുന്നില്ല. അത് ഓർത്താൽ പിന്നെ ഇവിടുത്തെ ജീവിതത്തിൽ കാഫറുകൾ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റില്ല. ഇവിടെ ഹറാമ് സമ്പാദിക്കണം, ഹറാമ് കാണണം, ഹറാമ് കേൾക്കണം, ഹറാം ആസ്വദിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ ചിന്തിക്കൽ ഭയമായിരിക്കും. എന്നിട്ട് ചിലപ്പോൾ അതിൻ്റെ ഒരു ഘട്ടത്തിൽ എന്താണ്, ഏതെങ്കിലും ഒരുത്തൻ പരലോകമില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ കൂടെ കണ്ട് കൂടും. പരലോകമുണ്ട്, അത് സത്യമാണ് എന്ന് പറഞ്ഞവരെ കളിയാക്കും. പക്ഷെ നമ്മൾ കളിയാക്കിയാലും ഇല്ലെങ്കിലും പരലോകമില്ല എന്ന് പറഞ്ഞാലും ദുനിയാവിൻ്റെ ഉടമസ്ഥനും പരലോകത്തിനുടമസ്ഥനൊക്കെ അള്ളാഹു ആണല്ലോ. അള്ളാഹു ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, മരണശേഷം എന്ത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ജീവിതം നൽകിയവനാണ്, ജീവൻ നൽകിയവനാണ്. അത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിന് രണ്ട് തീരുമാനം, ഒറ്റ തീരുമാനമുള്ളൂ, എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടണം. അവിടെ സത്യവിശ്വാസികളും തൗഹീദുള്ളവരും മാത്രമേ സമാധാനത്തോടെ നിർഭയരായിട്ടിരിക്കുകയുള്ളൂ. ആ ഒരു അവസ്ഥ അവർക്കാണ് അവിടെ വസ്ത്രം ധരിപ്പിക്കപ്പെടുക, അവർക്കാണ് സവിശേഷമായ തണൽ നൽകപ്പെടുക, അവർക്കാണ് വിചാരണ എളുപ്പമാവുക, അവർക്കാണ് ഒടുവിൽ സ്വർഗം ലഭിക്കുക. അവിടെ നടക്കുന്ന ഓരോ സംഗതികളും കൃത്യമായി വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്രയും ഒരു ആയുസ് കിട്ടിയിട്ട് 30, 40, 50, 60, 70 വർഷം ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ അവസരം കിട്ടിയിട്ട്, ആ ദുനിയാവിൽ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കാനും പ്രമാണങ്ങൾ ഉൾക്കൊള്ളാനും ഒക്കെയുള്ള ബുദ്ധി നൽകിയിട്ട്, അത് വിശദീകരിക്കാവുന്ന അറിവുള്ള ആളുകളെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ അല്ലാഹു നൽകിയിട്ട്, ഖുർആനും സുന്നത്തും നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ട്, അത് മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ട്, നാളെ റബ്ബിന്റെ മുന്നിൽ എന്ത് ഒഴിവ് കഴിവ് പറയും? ഹറാമുകൾ ചെയ്തതിന്, പരലോകം മറന്ന് ജീവിച്ചതിന് നമ്മൾ എന്തു മറുപടി നാളെ റബ്ബിന്റെ മുന്നിൽ പറയാൻ കഴിയും? നിങ്ങളിലേക്ക് റസൂലുമാർ വന്നില്ലേ, നിങ്ങൾക്ക് കിതാബുകൾ കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ പോലും ഞങ്ങൾക്ക് റസൂൽ വന്ന് ഞങ്ങൾ റസൂലിനെയും കണ്ടിട്ടില്ല, ഞങ്ങൾക്കൊരു കിതാബും കിട്ടിയിട്ടില്ല, ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല എന്ന് ഒരാളും പറയില്ല. എല്ലാവരും ഒന്ന് കുറ്റമേറ്റു പറയുമെന്നാണ്. എല്ലാവരും പറഞ്ഞില്ല, ഞങ്ങളിലേക്ക് റസൂൽ വന്നിരുന്നു, കിതാബ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു, ഞങ്ങളത് കേൾക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിലപിക്കുന്ന രംഗമാണ് നാളെ പരലോകത്തുണ്ടാവുക എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. യഖ്റുജു ഉനുഖും മിനന്നാർ, മഹ്ശറിൽ നരകം കൊണ്ടുവരപ്പെടുമെന്ന് പറഞ്ഞു. അതിൽ നിന്നൊരു കഴുത്തിങ്ങനെ പുറത്തേക്ക് വരും, ഒരു കഴുത്ത്. എന്നിട്ടോ ലഹു ഐനാനി യുബ്സിറു ബിഹിമാ വലഹു ഉദുനാനി യസ്മഉ ബിഹിമാ, തുറിച്ചു നോക്കുന്ന രണ്ട് കണ്ണുകളും എല്ലാം കേൾക്കാൻ തയ്യാറായ രണ്ട് കാതുകളും അതിനുണ്ടായിരിക്കും. വലഹു ലിസാൻ യൻതിഖു ബി, സംസാരിക്കുന്ന ഒരു നാവുണ്ടാകും. നരകത്തിൽ നിന്ന് ഒരു കഴുത്തുയർന്നു വരികയും ആ കഴുത്തിന് രണ്ട് കണ്ണുകൾ, രണ്ട് കാതുകൾ, ഒരു നാവ്. എന്നിട്ട് അത് മഹ്ശറിൽ വിചാരണ കാത്ത് ഭയന്നിരിക്കുന്ന അള്ളാഹുവിന്റെ അടിമകളായിട്ടുള്ള എല്ലാ ജിന്നു മനുഷ്യരോടും ഫയഖൂൽ, നരകം പറയും, ഇന്നി വുക്കിൽതു ബിസലാസ്, 3 കൂട്ടരെ ഞാൻ ഏറ്റെടുത്തു. ഈ വിചാരണ കഴിഞ്ഞാൽ 3 ആളെ ഞാൻ കൊണ്ടുപോകും. ആ നരകത്തെ കണ്ണ് നിറയെ കാണിച്ചു കൊടുത്ത്, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ്യ, എല്ലാവരും നരകത്തിന്റെ അരികിൽ വരും, നരകത്തിന്റെ അരികിൽ വരാതെ ഒരാളുമില്ല. അത് റബ്ബിന്റെ ഖണ്ഡിതമായ തീരുമാനമാണ്. എല്ലാവരും ആ നരകം ശരിക്കും നേരെ കൺമുന്നിൽ കാണും. നരകം സംസാരിക്കും, 3 കൂട്ടരെ ഞാൻ ഏറ്റെടുത്തു. ഒന്നാമത്തെ ആരാണ്? കുല്ലു ഉതൂബിൻ ജബ്ബാർ, അഹങ്കാരികളും ധിക്കാരികളുമായിട്ടുള്ള സർവ സ്വേച്ഛാധിപതികളെയും ഞാൻ ഏറ്റെടുക്കും. വകുല്ലു മൻ ദഅ മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിന്റെ കൂടെ മറ്റു ഇലാഹുകളെ, മറ്റ് ആരാധ്യന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന എല്ലാവരെയും ഞാനിതാ ഏറ്റെടുക്കും. വകുല്ലു മുസവ്വിർ, രൂപങ്ങൾ ഉണ്ടാക്കുന്ന, ആത്മാവുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന, ഫോട്ടോഗ്രാഫിയുമായി നടക്കുന്ന ആളുകളെ ഞാനിതാ ഏറ്റെടുക്കുമെന്ന് നരകാഗ്നി ആ സന്ദർഭത്തിൽ സംസാരിക്കുമെന്ന് താക്കീത് ചെയ്തത് കാണാം. ഇങ്ങനെ നരകം, വലിയ നരകം, ഭൂമിയൊക്കെ എത്ര ചെറുതാണ്. ആ നരകം ഒന്നാകെ മഹ്ശറിൽ കൊണ്ടുവച്ച് ആ നരകം കണ്ട് നമ്മൾ ഭയന്ന്, ആ നരകത്തിൽ നിന്ന് ആരൊക്കെ നരകത്തിലേക്ക് വരുമെന്ന് സംക്ഷിപ്തമായി നരകം തന്നെ വലിയ ശബ്ദത്തിൽ സംസാരിച്ച ആളുകൾ ഭയന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനു ശേഷമാണ് വിചാരണ നടക്കുക. ഇനി നമുക്കറിയാനുള്ളത് മഹ്ശറിൽ എന്തെല്ലാം സംഭവങ്ങൾ നടക്കും, അത് എങ്ങനെ നടക്കും, അവിടുത്തെ വിചാരണ എങ്ങനെയാണ്, കർമ്മങ്ങൾ പരിശോധിക്കുന്നത് എങ്ങനെയാണ്, കർമ്മങ്ങൾ തൂക്കുന്നത് എങ്ങനെയാണ്, കർമ്മരേഖകൾ ഹാജരാക്കുന്നത് എങ്ങനെയാണ്, അതിനുശേഷം ആ മഹ്ശറിൽ മാത്രം നടക്കുന്ന മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഓരോന്നും നമ്മൾ പഠിക്കണം. പരലോകം സത്യമാണ്, മഹ്ശർ സത്യമാണ്, വിചാരണ സത്യമാണ്. ആ തിരിച്ചറിവോടെ ജീവിതം ശുദ്ധീകരിക്കുന്ന യഥാർത്ഥ ദാസന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. രോഗം കൊണ്ട് വിഷമിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന ആശുപത്രികളിലും വീടുകളിലുമുള്ള എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും അള്ളാഹു പൂർണ്ണമായ ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ.
ഹജ്ജിനു വേണ്ടി പുറപ്പെട്ട് കഴിയുകയും ചെയ്തിട്ടുള്ള നമ്മുടെ മുഴുവൻ സഹോദരങ്ങൾക്കും ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹു സ്വീകരിക്കുന്ന രീതിയിൽ തങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും വിധം ആ ഹജ്ജ് കർമ്മം പൂർണ്ണമായി നിർവഹിച്ച് തിരിച്ചു വരാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഇബാദത്തുകളും പരലോകം സത്യമാണ് എന്ന കാര്യം ഒരു സെക്കൻഡ് പോലും മറന്നുപോകാതെ ഇഖ്ലാസോടുകൂടി നല്ല നിയ്യത്തോടുകൂടി നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على إطاعتك. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. اللهم صل على محمد وعلى آل محمد وآخر دعوانا أن الحمد لله رب العالمين.